ഒരു പരാതി ഈ കടലിനെ അറിയാത്ത കുറേയേറെ ഉദ്യോഗസ്ഥർ കോസ്റ്റൽ പോലീസിലുണ്ട്. അത് അവരുടെ പ്രശ്നമല്ല. പക്ഷേ നമ്മൾ ഈ സംവിധാനം വഴി തിരഞ്ഞെടുക്കപ്പെട്ട് PSC വഴി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കടലിന് വർഷങ്ങളായിട്ടുള്ള ഒരു സംവിധാനം. ഞാൻ അതുകൊണ്ടാണ് പ്രാചീനമായ അറിവിനെ കൂടി അതുമായിട്ട് സംയോജിപ്പിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ഒരു പങ്കാളിത്തം കൂടി അതിലുണ്ടാകുന്ന രീതിയിൽ ഞങ്ങളതിനെ പരിഷ്കരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. താങ്കൾ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു പരാതിയായി ഇതിനു മുൻപ് ഉയർന്നു വന്നിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അത് ഇനി അത് നമുക്ക് ആവർത്തിക്കാൻ പാടില്ല. അത് ഗൗരവതരമായി നമ്മളത് പരിശോധിച്ച് അതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഞാൻ അതെല്ലാം അവരുടെ വികാരം നമ്മൾ ഉൾക്കൊള്ളുന്നു. കുടുംബത്തിൽ നിന്നൊരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാവും. അവർക്ക് ആരോട് പ്രതിഷേധിക്കാൻ പറ്റും? അവിടെ നിൽക്കുന്നവരോട് പ്രതിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഭരണകൂടത്തോടല്ലേ പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. അവരുടെ സങ്കടം പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ആ അർത്ഥത്തിലാണ് എടുക്കുന്നത്. അല്ലാതെ അവരെ ശത്രുക്കളായിട്ട് കാണുമല്ല. കുടുംബത്തിൽ ഒരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം വരും, അമർഷം ഉണ്ടാവും, പ്രതിഷേധം ഉണ്ടാവും. അത് ഭരണകൂടത്തോടാണ്. ഇപ്പൊ മുഖ്യമന്ത്രി ഭരണകൂടത്തെ പ്രതിദാനം ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. മുഖ്യമന്ത്രിയല്ലേ വിമർശിക്കേണ്ടത്. ഒരു തെറ്റും ഞാൻ ആ കാര്യത്തിൽ കാണുന്നില്ല. പക്ഷെ അവർ ഓരോ പ്രാവശ്യം വിമർശിക്കുമ്പോഴും അതേ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മളിത് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസം ഞങ്ങൾക്കുണ്ട്. എങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്നത്ര. ഇത് പോരാ, അതാണ്, ഇത് പോരാ. ഞങ്ങളെല്ലാം എല്ലാ ദിവസവും 2-3 മണിക്കൂർ ഇടവിട്ട് ഇക്കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഷിബു ബേബി ജോൺ ഇക്കാര്യത്തിൽ ആദ്യാവസാനം വലിയ ഇവിടത്തെ കാര്യം മാത്രമല്ല, ഈ സംസ്ഥാനത്ത് വിഴിഞ്ഞത്തെ കാര്യത്തിലും മുതലപ്പുഴയിലെ കാര്യത്തിലും ഒക്കെ വലിയ താല്പര്യത്തോടുകൂടിയാണ്. ഞങ്ങളിത് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ വരുത്തേണ്ട അടിസ്ഥാനപരമായി നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞു ചില കാര്യങ്ങൾ, ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല മാറ്റം വരുത്തും. അല്ല, പോകും, തീർച്ചയായിട്ടും നമുക്ക് പോവാം. എല്ലായിടത്തും ഇപ്പോൾ അവിടെ നമ്മുടെ മന്ത്രി CP ജോൺ പോയി, ശ്രീ ഷിബു ബേബി ജോൺ പോയി, അവിടെ എല്ലാവരും പോയി. നമുക്ക് പോകുന്നതിലൊന്നും എന്താ ബുദ്ധിമുട്ട്. ഞാൻ അവരുമായിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അവർ പറയുകയും ചെയ്തു എൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാനുള്ള സാഹചര്യം. സ്വാഭാവികമാണ്. അതുകൊണ്ടൊന്നും അവരെ ശത്രുവായിട്ട് കാണാം. മനുഷ്യന്റെ വിഷമം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെയൊക്കെയല്ലേ, നമ്മളാണല്ലോ വിമർശിക്കപ്പെടേണ്ടവരും നമ്മളല്ലേ. നിങ്ങളിതെല്ലാം പഴയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുക. എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാം ഞാൻ ചെയ്യട്ടെ, എല്ലാ സ്ഥലത്തും ആളുകൾ കാണാതായ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ചെയ്തത് എന്താണെന്നുള്ളത് വിലയിരുത്തും. ഞാനതാണ് പറയുന്നത്. ഒരു കാലത്തും ചെയ്യാത്ത തരത്തിലുള്ള ശ്രദ്ധ ചെലുത്തിയിട്ടാണ് അക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടവും ജില്ലാ കളക്ടറേയും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഞാൻ അക്കാര്യത്തിൽ അവർ എല്ലാം പൂർണ്ണമായി ഇതിൽ ഏകീകരിച്ചുകൊണ്ട് ഏകാഗ്രത പുലർത്തിക്കൊണ്ട് അത് ചെയ്തു. പിന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ എത്തിയിൽ ചില നമുക്ക് പറയാം, അതല്ലല്ലോ വേണ്ടത്. ഈ രക്ഷാപ്രവർത്തനത്തിനും അന്വേഷണത്തിനും ഉള്ള ഇതുവരെ ചെയ്യാത്ത തരത്തിൽ ചെയ്തിട്ടുണ്ട്. അത് ഇനി മുതൽ ഇതൊരു അനുഭവമായി മനസ്സിലാക്കിക്കൊണ്ട് അത് ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുള്ളൊരു നല്ല രീതി കൂടി ഉണ്ടാവും. അവരെ അങ്ങനെ നമുക്ക് കളയാൻ പറ്റില്ല. അവർ പൊക്കോട്ടെ, ഇത് സംഭവിക്കും. കടലിൽ പോയാൽ അങ്ങനെ വീഴാൻ പറ്റില്ല. നമുക്ക് അവരെ സംരക്ഷിക്കണം, അവരെ പ്രൊട്ടക്ട് ചെയ്യണം.